ചെറുകിട കേബിൾ ടിവി ഓപ്പറേറ്റർമാരോട് കെഎസ്ഇബി തുടർന്നു വരുന്ന തെറ്റായ നിലപാടിനെതിരെ പ്രതിഷേധം ശക്തമാക്കി കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. സിഒയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി കെഎസ്ഇബി ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കേബിൾ ടിവി, ബ്രോഡ്ബാൻഡ് എന്നിവയുടെ വൈദ്യുതി പോസ്റ്റ് വാടക കുറയ്ക്കുക, ഒന്നിൽ കൂടുതൽ കേബിളുകൾക്ക് പ്രത്യേക നിരക്ക് തീരുമാനം പിൻവലിക്കുക, കേന്ദ്ര സർക്കാർ റൈറ്റ് ഓഫ് വേ നിർദ്ദേശം, പോസ്റ്റ് വാടക 100 രൂപ എന്നത് കേബിൾ ടിവിക്ക് കൂടി ബാധകമാക്കുക, പാവപ്പെട്ടവർക്ക് നൽകുന്ന കെ ഫോൺ സൗജന്യ കണക്ഷനുകൾക്ക് പോസ്റ്റ് വാടക ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി കെഎസ്ഇബി ഓഫീസുകളിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. സിഒഎ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു. കേബിൾ ടിവി ഓപ്പറേറ്റർമാരോടുള്ള സമീപനം കെഎസ്ഇബി മാറ്റിയില്ലെങ്കിൽ വലിയ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥന്മാരുടെ വീട്ടിൽ അരി വാങ്ങിക്കുന്നത്, അന്നം വാങ്ങിക്കുന്നത്, ജീവിച്ചു പോകുന്നത്. ജനങ്ങൾക്ക് വേണ്ടി സ്ഥാപിച്ച സ്ഥാപനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ പൊതുസമൂഹത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന തൊഴിൽ മേഖലയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ചില ഉദ്യോഗസ്ഥർ, ഞാൻ എല്ലാവരെയും പറയുന്നില്ല, ചിലരുടെ തറവാട്ട് സ്വത്ത് കൈകാര്യം ചെയ്യുന്ന പോലെ വൈദ്യുതി ബോർഡിന്റെ നിയമങ്ങൾ അവർക്ക് ഇഷ്ടം പോലെ വളച്ചൊടിച്ച് അവരുടെ സൗകര്യം പോലെയാണ് കൈകാര്യം ചെയ്യുന്നത്. കൊല്ലം കെഎസ്ഇബി ഡിവിഷൻ ഓഫീസിലേക്കായിരുന്നു പ്രതിഷേധ മാർച്ചും ധർണയും. സമരം ഇരവിപുരം എംഎൽഎ എം നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ട അഴൂരിലെ കെഎസ്ഇബി ഡെപ്യൂട്ടി ചീഫ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിൽ നടന്ന ധർണ സിപിഐഎം ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. കേബിൾ ടിവി ഓപ്പറേറ്റർമാരുടേത് അതിജീവന സമരമാണെന്നും ഇക്കാര്യത്തിൽ സർക്കാർ അനുഭാവപൂർവമായ സമീപനം സ്വീകരിക്കണമെന്നും രാജു എബ്രഹാം ആവശ്യപ്പെട്ടു. കെഎസ്ഇബി ആലപ്പുഴ ഡിവിഷൻ ഓഫീസിലേക്ക് നടന്ന മാർച്ചും ധർണയും എഐടിയുസി സംസ്ഥാന പ്രസിഡന്റും മുൻ എംപിയുമായ ടി.ജെ. ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ കെഎസ്ഇബി ഡിവിഷൻ ഓഫീസിലേക്കായിരുന്നു ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ പ്രതിഷേധ മാർച്ചും ധർണയും. സിഒഎ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രജനീഷ് PS സമരം ഉദ്ഘാടനം ചെയ്തു. ഏഷ്യാനെറ്റുമാർക്ക് മാത്രമേ പോസ്റ്റുകൾ കൊടുക്കുകയുള്ളൂ എന്നുള്ളൊരു നയം ഗവൺമെന്റ് എടുത്തതിന്റെ ഭാഗമായി നമ്മൾ കോടതിയിൽ പോയിട്ടാണ് കെഎസ്ഇബി പോസ്റ്റിൽ കെട്ടാനുള്ള ഉത്തരവ് മേടിക്കുന്നത്. കോടതിയിൽ നിന്ന് മേടിച്ചിട്ട് പോലും അത് നടപ്പിലാക്കാൻ കെഎസ്ഇബി ഉദ്യോഗസ്ഥർ തയ്യാറായില്ല എന്നുള്ളതാണ്. സിഒഎ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെഎസ്ഇബി ആലുവ ഡിവിഷൻ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ കെപിസിസി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് BA അബ്ദുൾ മുത്തലീബ് ഉദ്ഘാടനം ചെയ്തു. കെഎസ്ഇബിയുടെ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് വിരുദ്ധ സമീപനത്തിനെതിരെ തൃശൂരിലും പ്രതിഷേധം ആളിക്കത്തി. സിഒഎ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോട്ടപ്പുറം വൈദ്യുതി ഭവൻ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ കെപിസിസി വർക്കിംഗ് പ്രസിഡന്റും മുൻ എംപിയുമായ TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. കെഎസ്ഇബിയുടെ നിലപാടിനെതിരെ സർക്കാർ ഗൗരവമായി നടപടിയെടുക്കണമെന്ന് TN പ്രതാപൻ ആവശ്യപ്പെട്ടു. ഈ കേബിൾ ടിവി മാത്രമല്ല, ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ സൗകര്യങ്ങളും പൊതുമേഖലയിൽ സംരക്ഷിക്കപ്പെടേണ്ട നമ്മുടെ BSNL അടക്കമുള്ള ആളുകളെ എല്ലാം ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തി ബ്രോഡ്ബാൻഡ് കണക്ഷനുകൾ കൊടുക്കുന്നതിന് വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ രാജ്യത്ത് പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇവിടെ ഇത് ലക്ഷക്കണക്കിന് പേരാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്നത്. നിങ്ങൾ 12 ലക്ഷത്തോളം ആളുകൾക്ക് ഈ ബ്രോഡ്ബാൻഡ് കണക്ഷൻ കേരളത്തിൽ കൊടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനം കൂടിയാണ് നിങ്ങളുടെ ഈ പ്രസ്ഥാനം. പാലക്കാട് വൈദ്യുതി ഭവന് മുന്നിൽ നടത്തിയ മാർച്ചും ധർണയും കെഎസ്ഇബിക്കും സർക്കാരിനുമുള്ള താക്കീതായി മാറി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ A. തങ്കപ്പൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ശക്തമായ പ്രതിഷേധമാണ് മലപ്പുറം തിരൂർ കെഎസ്ഇബി ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണയിൽ ഉയർന്നത്. അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. കുത്തകവൽക്കരണത്തിന് സർക്കാർ കൂട്ടുനിൽക്കരുതെന്നും ന്യായമായ ആവശ്യങ്ങൾ ഉയർത്തിയുള്ള സമരത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇത്തരം മേഖലകളോടാണ് നമ്മൾ പ്രത്യേകമായ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഞങ്ങളതിന്റെ രാഷ്ട്രീയ
പ്രതിപക്ഷം എന്ന നിലയിലൊന്നുമല്ല പറയുന്നത്. എപ്പോഴും ഭരിക്കുന്ന ഗവൺമെന്റുകൾ ചെയ്യേണ്ടത് ഇത്തരം മേഖലകൾക്ക് പ്രാമുഖ്യം കൊടുക്കണം. ഇളവുകൾ നൽകുമ്പോൾ നമ്മൾ ഇളവുകൾ നൽകേണ്ടത് ഇതുപോലെ സാധാരണക്കാരുടെ മേഖലയിലാണ്. ആനുകൂല്യങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം ആനുകൂല്യം കൊടുക്കേണ്ടത് പാവപ്പെട്ടവരുടെ ജീവിത വൃത്തിയുമായി ബന്ധപ്പെട്ട മേഖലകൾക്കാണ്. കോഴിക്കോട് വെള്ളയിൽ വൈദ്യുതി ഭവനിലേക്ക് നടന്ന മാർച്ചിലും ധർണയിലും നിരവധി പേർ പങ്കെടുത്തു. സിഒഎ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ വിജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വയനാട് KSEB ജില്ലാ ഡിവിഷൻ ഓഫീസിന് മുന്നിൽ നടത്തിയ സമരത്തിൽ ജില്ലയിലെ മുഴുവൻ കേബിൾ ഓപ്പറേറ്റർമാരും അണിനിരന്നു. കുത്തക കമ്പനികളെ സഹായിക്കുന്ന നിലപാട് KSEB അവസാനിപ്പിക്കണമെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത സിഒഎ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം M മൻസൂർ പറഞ്ഞു. നിരക്ക് നിശ്ചയിക്കുന്ന രീതി തന്നെ പഠിച്ച് തിരുത്തണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഒരൊറ്റ നിരക്കിലേക്ക് അത് കൊണ്ടുവന്നുകൊണ്ട് അതുപോലെ ഒരു കേബിളിന് ഒരു നിരക്ക് മാത്രം ഈടാക്കിക്കൊണ്ടുള്ള സമീപനം സ്വീകരിക്കണം. അതിനാവശ്യമായിട്ടുള്ള സമീപനമാണ് സ്വീകരിക്കേണ്ടതെന്നാണ് ഞങ്ങൾ ഈ സമരത്തിൽ ആവശ്യപ്പെടുന്നത്. KSEBക്കെതിരെ കണ്ണൂരിലും കേബിൾ TV ഓപ്പറേറ്റർമാരുടെ പ്രതിഷേധം ഇരമ്പി. കണ്ണൂർ വൈദ്യുതി ഭവന് മുന്നിൽ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നടത്തിയ ധർണ മേയർ മുസ്ലിഹ് മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. ചെറുകിട സ്വയം തൊഴിൽ മേഖലയെ സംരക്ഷിക്കേണ്ടതിന് പകരം കുത്തകകൾക്ക് വേണ്ടി തീരുമാനമെടുക്കുന്നത് ക്രൂരതയാണെന്ന് മേയർ പറഞ്ഞു. KSEB കാസർഗോഡ് ജില്ലാ ആസ്ഥാനത്തേക്ക് COA ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചു. COA സംസ്ഥാന കമ്മിറ്റി അംഗം M ലോഹിതാക്ഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. COA ഭാരവാഹികളും ഓപ്പറേറ്റർമാരും അടക്കം നിരവധി പേർ മാർച്ചിൽ പങ്കെടുത്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.